കിടന്നാൽ മതി. എന്തായാലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോയി കിടക്കട്ടെ. അപ്പോട്ട് ഞാൻ പൊയ്ക്കോ. എന്താ അപ്പോട്ടാ കൊച്ചുണരും. നേരത്തെ തന്നെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട. അവൾ ഉറക്കമല്ലേ, ഇപ്പൊ തന്നെ ഒന്നും എണീക്കില്ല. നീ സൗണ്ട് വെച്ച് എണീപ്പിക്കാതിരുന്നാ മതി. അപ്പോട്ടാ വേണ്ട കേട്ടോ, മര്യാദ പോയി കിടന്ന് ഉറങ്ങിക്കും. അവളെങ്ങാനും ഉണർന്നാ തീർന്നു. നേരത്തെ പോലെ എപ്പോഴും അവളെ തടയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോട്ടാ വേണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കേ. അപ്പോട്ടാ പ്ലീസ്, ആരെങ്കിലും കണ്ടുവന്ന സീനാണ്. ഡോർ അടച്ചതല്ലേ, പിന്നെ ആര് കാണാനാ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ പതുക്കെ പറ, കൊച്ചു പേടിക്കും. ഇത് വലിയ കഷ്ടാണല്ലോ. നീ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവളെ എണീപ്പിക്കല്ലേ. മിണ്ടാതിരിക്കേ. ഒരേ ഒരു അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പൊക്കോളാം. അപ്പോട്ടാ അത് വേണോ? വേണം. ഈശ്വര, ഞങ്ങളെ നീ തന്നെ കാത്തോണേ. ഇതെന്താ ഇത് ഇങ്ങനെ കിടന്ന് പടഞ്ഞ? ഞാൻ എങ്ങനെയൊന്ന് എന്റെ പൊന്നോ, ഇത് വല്ലാത്ത. അയ്യോ 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 എന്താ നശിപ്പിച്ച് പണ്ടാരം. ഏത് തണ്ടിയോ ഈ സമയത്ത് കിടന്ന് അലറുന്നേ. അയ്യോ മനു, അവന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്താ? അത് റൂമിന്റെ വെളിയിൽ മനുവിനാക്കിട്ടാ വന്നേ. അമ്മേനെ കൊച്ചമ്മ എങ്ങനെ കണ്ട ഒരു സിഗ്നൽ തരാൻ പറഞ്ഞതോ. ആ തണ്ടി ഇങ്ങനെ അലറിയാണ് സിഗ്നൽ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ വല്ലാണ്ട് ചിരിക്കല്ലേ, ഞാൻ പോയി. അമ്മയും കൊച്ചമ്മയൊന്നും കാണണ്ട. മനു, എന്താണ് നിനക്ക് പറ്റിയേ? നീ എന്താ ഇവിടെ? നീ പോയി കിടന്ന് ഉറങ്ങിയില്ലേ? അത് അമ്മ, എന്റെ കാലിന് എന്നാ പറ്റി? അത് കാലിന് മസിൽ കയറി അമ്മ. അയ്യോ, നീ അല്ലെങ്കിലും ഈ തണുപ്പത്ത് എന്തിനാ ഇവിടെ ഇറങ്ങി നടക്കുന്നേ? പിന്നെ എനിക്ക് മുള്ളാമുട്ടിയപ്പോ റൂമിലുണ്ടല്ലോ ടോയ്ലറ്റ്. അയ്യോ, ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി. നിനക്ക് എന്താടാ വയ്യേ? അയ്യോ, ദേ കിടക്കുന്ന ചട്ടിയെങ്കിലും കാണാത്ത പോലെ പോ. കിച്ചു, നീ ഇതെങ്ങോട്ടേക്ക് പോന്നെ? അത് അപ്പച്ചി ഒരു അലറല് കേട്ടു. പേപ്പട്ടിയാണോ തോന്നുന്നേ? പേപ്പട്ടി നിന്റെ. നീയും അലറൽ കേട്ട് വന്നതാണല്ലേ? അല്ല, ഇവിടെ നല്ലേ അലറൽ കേട്ടെ. നീ ഇതെവിടുന്ന അവിടുന്ന് വരുന്നേ? അത് അപ്പച്ചി ഞാൻ റൂമിൽ നിന്ന് അങ്ങോട്ട് പോയി നോക്കി, പക്ഷെ അവിടെ ഒന്നും അലർന്ന ആളെ കണ്ടില്ല. ഇപ്പോഴാ കണ്ടേ. ആണോ? ഈ ചെറുക്കന് ഈ നട്ടപ്പാതിരി കളറി ആൾക്കാരെ പേടിപ്പിച്ചു. അല്ലടാ, നീ എന്തിനാ അലറിയേ? അത് ഒരു മസിലങ്ങ് കേറി. ആണോ? നിനക്ക് മസിലിന്റെ അസുഖം പണ്ടേ ഉള്ളതല്ലേ? ഏതെങ്കിലും ഒരു സൈഡില് മൂടി പതിച്ച് കിടക്കായിരുന്നില്ലേടാ? എന്തിനാ ഈ രാത്രി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നേ? അതല്ലേ മസിൽ കയറിയേ? എടാ തെണ്ടി, അല്ല തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നു, അതിനുള്ളത് എനിക്ക് കിട്ടി. അങ്ങനെ നീ എന്താടാ നത്താണോ? രാത്രി പോലും നിനക്ക് ഉറക്കില്ലേ? ചിരിക്കടാ തെണ്ടി, നീ ചിരിക്കേ. അമ്മ പോയി കിടന്നു, ഇനി ഇവനെന്നെ നോക്കിക്കോളൂ. അല്ലടാ, അതെ അപ്പച്ചി പോയി കിടന്നു. അമ്മ പോയോ? ആടാ അപ്പച്ചി പോയി. എന്താ വിളിക്കാമോ? എടാ പട്ടി, അല്ലേലും മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പാടില്ല. എടാ, ഞാൻ എന്നോട് ഒരു സിഗ്നൽ അല്ലടാ തരാൻ പറഞ്ഞു. അതിനെന്തിനാടാ ഇങ്ങനെ അലറി പൊളിച്ച് എല്ലാരെയും ഏൽപ്പിച്ച്? അലറാൻ പറ്റിയത് നന്നായി. ജസ്റ്റ് മിസ്. അമ്മ നിന്നെ പിടിക്കേണ്ടതായിരുന്നു. ഞാനവിടെ കിടന്ന് ഉറങ്ങിപ്പോയടാ. പിന്നെ അമ്മ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. അപ്പൊ എങ്ങനെ അറി? അല്ലാന്നിട്ട് ഇങ്ങനെ കയ്യോടെ പിടികൂടിയനെ. സോറിടാ, സോറി. പോടാ പട്ടി, നിനക്ക് നിന്റെ കാര്യമൊക്കെ നടന്നില്ലേ? പോടാ പട്ടി തെണ്ടിച്ചേ. അത് പറയാൻ മറന്നു. ഒരൊറ്റ കിസിന്റെ കാര്യമല്ലടാ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിനക്ക് എത്ര വേണേലും അലറായിരുന്നല്ലോ. അവനെല്ലാം നശിപ്പിച്ചിട്ട് കിടന്ന് കൊണക്കാൻ നിൽക്കുവോ? കിസ് ചെയ്യാൻ പറ്റില്ലല്ലേ? സമാധാനായി. എടാ കള്ളപ്പാട്ടി, ഞാൻ കിസ് ചെയ്യരുതെന്ന് കരുതി നിന്നെപ്പോലല്ലടാ ആ സമയത്ത് എന്നെ അലറി പൊളിച്ച്. അയ്യോ സത്യമായിട്ടല്ല, അമ്മയെ കണ്ടു വേണ്ട. ഒരു കിസ്സല്ലേ, അത് പിന്നെയും ചെയ്യാം. പക്ഷെ നീ എന്നെ രക്ഷിച്ചു. നമ്പണ്ട. നമ്പൻ നമ്പ്. നിന്നെയൊക്കെ നമ്പിനാ പിന്നെ ഊണ്ടിനാ. ഞാൻ മാറി. ഇനിയിപ്പൊ കിടന്ന് ഉറങ്ങണോ? പിന്നെ എനിക്കൊരുക്കം വരുന്നുണ്ട്. എടാ ചെറ്റപ്പുറക്കി, ഞാൻ അവിടെ മര്യാദക്ക് കിടന്നുറങ്ങുമ്പോ എന്നെ കൊത്തിപ്പൊക്കി സിഗ്നൽ തരാൻ വേണ്ടി വിളിച്ചു കണ്ടായിട്ട് ഇപ്പൊ നിനക്ക് ശ്രമിച്ചു കിടന്നുറങ്ങണമെന്നല്ലേ? ഇനിയിപ്പോ ഇവിടെ വാ പൊളിച്ചിരുന്നിട്ട കാര്യം. അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. കേട്ടോളാ. എന്റെ ഒരു താരാട്ട് പാട്ടല്ല കേട്ട് കിടന്നുറങ്ങാൻ. മര്യാദക്ക് എണീറ്റിരിക്കടാ. എന്താണെന്ന് പറയടാ എന്നാ. അതെ, എനിക്ക് മീനിനെ ഇഷ്ടമാണ്. ഓ എന്ത്? അതേടാ, എനിക്ക് മീനിനെ ഭയങ്കര ഇഷ്ടമാണ്.
ഇത് എപ്പ തൊട്ട്? അതായത് ഉത്തമ, ഞാൻ പാറുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ചെന്നല്ലേ. അപ്പൊ ഞാൻ അവിടെ കണ്ടു, എനിക്ക് സ്പാർക്ക് അടിച്ചു. ഓഹോ, സ്പാർക്കാണല്ലേ. അപ്പൊ സ്പാർക്കാണ്, പക്ഷെ ഇപ്പൊ പ്രണയമാണ്, പരിശുദ്ധമായ പ്രണയം. ഓഹോ, എന്നിട്ട് നീ അവളോട് പറഞ്ഞു? എന്നിട്ടെന്താ? അവൾ ചിരിച്ചു. ഓഹോ, നീ ചിരിക്കുന്നത് നീ ആദ്യമായിട്ടാണോ കാണുന്നത്? അതല്ലടാ, ഞാൻ അമ്മയോട് പറയാന്ന് പറഞ്ഞപ്പോ അവൾ ചിരിച്ചു കാണിച്ചു. ഓഹോ, അപ്പൊ അതൊരു ഗ്രീൻ സിഗ്നൽ അല്ലേ? ആഹ്, എനിക്കറിയില്ല. അതെ, നിനക്കെന്താ ഇത്രയും ചൂട്? ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലെന്താ? ഓഹ്, സപ്പോർട്ട് ചെയ്യണമായിരുന്നോ? അതെ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പട്ടി, നീ കയറി കിടന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഹലോ മോളെ, നീ ഇതെങ്ങോട്ടാ ഓടി പോകുന്നെ? വാ, ചായ കുടിക്കണ്ടേ? പപ്പയെ വിളിക്കാനാ പോന്നെ. പപ്പ ഇപ്പൊ മടിയണ, തീരെ എണീക്കില്ല. കമ്മനി പോയി എണീപ്പിച്ചാലേ പപ്പ എണീക്കൂ. അങ്ങനെയാണോ? എങ്കിൽ പോയി വിളിച്ചിട്ട് വാ. കമ്മനി, ഇന്ന് വന്ന് ഇതൊന്ന് നോക്ക്. ഹായ്, ഫ്ലവറോ? എവിടുന്ന നിനക്ക് ഈ ഫ്ലവർ കിട്ടിയേ? ഇവിടെ മുറ്റത്തുണ്ടല്ലോ. എനിക്ക് ഞാൻ കണ്ടില്ലല്ലോ. ഇത് എനിക്ക് തരും മീനു. പറയാലോ. ഈ ഫ്ലവറിന്റെ പേരെന്താ? അയ്യോ, അങ്ങനത്തെ ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. അയ്യേ, വലിയ കുട്ടിയായിട്ട് മീനു ഫ്ലവറിന്റെ പേരറിയില്ല അല്ലേ? അയ്യോ, മോശം. ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നു. ഇത് കണ്ടോ? ഓ, അതൊക്കെ ഞാൻ കണ്ടു. നീ പപ്പയെ വിളിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ പോകുന്നോട്ട് നിൽക്കാണോ? അയ്യോ, ഞാനതങ്ങായിരുന്നു. ഇനിയൊരു കാര്യം ചെയ്യും, നമ്മ വിളിച്ചിട്ട് വാ. ഓ, അത് ശരി. കൊച്ചു ഗള്ളി എന്നെ വിളിക്കാൻ വരാണല്ലേ? ഇന്നലെ ഏതായാലും കിസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ഓ, പിന്നെ എന്തിനാ മുത്തേച്ചേട്ടൻ? മോളെ പാറു, ഈ ദോശയൊന്ന് ചുട്ടു വെക്കോ? ഇവിടെ തേങ്ങയിടാൻ ആള് വന്നിട്ടുണ്ട്, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അത് നീ ചെന്ന് പാറു, അവനെ ഞാൻ വിളിച്ചോളാം. ശരി മനോട്ടാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ പട്ടി. മനു, ഇനി നിന്റെ കലാവിരുത് പുറത്തെടുക്കാനുള്ള സമയമായി. മിമിക്രി അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അയ്യോ, നീ എന്താടാ ഇവിടെ? എന്താ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ പോട്ടാ? അയ്യേ, അത് പറഞ്ഞിട്ടൊക്കെ വന്നോടാടാ മനു. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എടാ മോനെ, നീ പാറു വരുമെന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മുറ്റത്ത് കാണും. മാനത്തല്ലേ? എവിടെ ആയാലും എന്താ, കണ്ടാ പോരെ? എന്റെ ഫസ്റ്റ് കേസ് പോയി. അയ്യേ, എന്റെയും ഫസ്റ്റ് കേസ് ആയിരുന്നു. ഡാ മനു, നിനക്ക് ഇതിന്റെ ആടാടാ. ഇനി മേല കിസ് ചെയ്യാന്നും പറഞ്ഞ് നടക്കരുത്. ഇതുപോലെ പണിയിട്ടു. വൃത്തിയായിട്ട തണ്ടി നിനക്കൊല്ലട അച്ഛനേട്ടനൊക്കെ. അത് ശരി, എന്നൊക്കെ ഒരു കിസ് അടിച്ചിട്ട് രാവിലെ തന്നെ മോളങ്ങ് പോയി. എന്താ പച്ചി? അവനെ ഇവിടെ എവിടെയും കാണാനില്ല. എന്താ? അത് തോട്ടത്തിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഇന്ന് തേങ്ങയിടലൊക്കെ കഴിഞ്ഞല്ലോ, കുറച്ച് പരിപാടികളുണ്ട്. എല്ലാരും കൂടെ ഒന്ന് ഒത്തുപിടിക്കാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും അതങ്ങ് തീർക്കാം. അതിനെന്താ പച്ചി, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാലോ. ഈ മനു എവിടെ പോയി കിടക്കുകയാണാവോ? അത് കൊച്ചമ്മ, മനോട്ടല്ല, ആ മച്ചിന്റെ മോൾ കേറിയിരിപ്പുണ്ട്. അവനെന്താ അവിടെ പരിപാടി? ആർക്കറിയാ? ഞാൻ ചോദിച്ചപ്പോ എന്റെ ബുക്ക് എടുക്കാനെന്നാ പറഞ്ഞു. പഠിക്കുന്ന കാലത്ത് കൈ കൊണ്ട് തൊടത്തില്ലായിരുന്നു ബുക്ക്. ഇപ്പൊ അവനതിന്റെ ബുക്ക് ഞാൻ പോയി നോക്കട്ടെ. ഈ നേരം കിട്ടുന്ന നേരത്ത് ചെക്കന്റെ ഓരോ കാട്ടിക്കൂട്ടല്. അപ്പച്ചിയുടെ ജോലി വെക്ക്, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാന്. ശരിടാ, അവനെ കൂട്ടിട്ട് ഇങ്ങോട്ട് വാ. അവനെ ലോകം മടിയണ. ഇവിടെ തേങ്ങയിട്ടെന്ന് അറിഞ്ഞാണോ? അതുകൊണ്ട് അതിന്റെ മണ്ട കയറി ഇരിക്കുന്നവൻ. നിങ്ങൾ വിളിച്ചോണ്ടോ, അവന്റെ മടിയൊക്കെ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. മനു, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, തോട്ടത്തിൽ പോണം. ഞാനില്ല, എനിക്ക് ഇതിന് മുകളിൽ കുറച്ച് പരിപാടിയുണ്ട്. ഉപയോഗശൂന്യമായ ഈ മച്ചിന്റെ മുകളിൽ നിനക്കെന്താ പരിപാടി? അത് എന്റെ ഓൾഡ് ബുക്സ് ഒക്കെ ഉണ്ട് അവിടെ, അതൊക്കെ ഞാൻ പൊടി തട്ടിയെടുക്കുക. ഇപ്പൊ ഇത് പൊടി തട്ടിയെടുത്തിട്ട് നിനക്ക് വല്ല എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ അണ്ണാച്ചി കൊടുക്കാനാ? രണ്ടിനല്ല, എന്റെ പഴയ ഒരുപാട് നല്ല ഓർമ്മകൾ അയവിറക്കാനാ. എങ്കിൽ നീ ആ ബുക്ക് എടുത്തോണ്ട് താഴെ ഇറങ്ങ്, നമുക്ക് തോട്ടത്തിൽ പോയിട്ട് കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് അയവിറക്കാം. നീ പോയിട്ട് വാ, ഈ ബുക്ക് ഇന്നൊന്നും എടുത്താൽ തീരില്ല. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇതൊക്കെ എടുത്ത് സാവധാനം അങ്ങ് വന്നോളാം.
ഞാനതിന്റെ മണ്ടേ കയറണോ നീ ഇങ്ങോട്ട് ചാടണോ? ഞാനില്ലടാ. വരുന്നില്ല തളക്കത്തില്. കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. നീ കൊച്ചമ്മ കൂടെ നടന്നോ? ഞാൻ കണ്ണനെയും കൂട്ടി വന്നാകാം. അങ്ങനെയാണല്ലേ നീ വരുമ്പോ പിച്ചാത്തി എടുക്കണേ. അടിമേനെ എടുത്താളാ. മനു, എനിക്ക് തീരെ സമയമില്ല. എന്റെ പാറും കൺമണിയും തോട്ടത്തിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ നിങ്ങൾ പോട്ടെ. അയ്യോ, ഞാനും ഉണ്ട്. അല്ല, നീ ഇതുവരെ വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞേ. അത് പിന്നെ ഇവിടെ എല്ലാരും പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നിൽക്കുക? ഓ, അതുകൊണ്ടാണല്ലേ, അല്ലാണ്ട് മീന് തോട്ടത്തിലേക്ക് പോകുന്നതുകൊണ്ടല്ല. അങ്ങനെയും പറയാം. അതിന് മണ്ട നീ ബ്രേക്ക് ടൈംസ് കളിക്കാണ്ട ഉരുണ്ടിങ്ങോട്ട് വീഴും. വേണം ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഷേ, ഈ സമയത്ത് ഇതിന്റെ മണ്ട വലിഞ്ഞ് കയറുണ്ടായിരുന്നു. മീനുവിന്റെ അപ്പച്ചേന്റെയും കൂടെ തോട്ടത്തിൽ പോവായിരുന്നു അല്ലേ? ആ, അല്ലെങ്കിലും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണല്ലോ അവസ്ഥ. നീയും ആ കാര്യത്തിലെ ഒട്ടും മോശമല്ല. നീ ഇതെവിടെ? നീ വരുന്നില്ല തോട്ടത്തില്? അതിനല്ലേടാ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാറും കുത്തിപ്പൊക്കിക്കൊണ്ട് അങ്ങോട്ടോ തോട്ടത്തിലോട്ടോ? എന്തേ എടാ മണുമാഞ്ച, നിനക്ക് തീരെ ബുദ്ധിയില്ലേ? അതെന്താ അങ്ങോട്ട് കാറ് പോവില്ലേ? നിനക്ക് ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ നിന്റെ ബുദ്ധി ഉണ്ടെങ്കിലും വിളിക്കായിരുന്നു. ഇതിപ്പോ അതിന് പോലും പറ്റില്ലല്ലോ എന്റെ ഈശ്വര. എങ്കിൽ പിന്നെ നടന്നിട്ട് പോവാം അല്ലേ? അയ്യോ, കാര്യം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചുമ്മാതല്ല, പപ്പ പറഞ്ഞ് അയ്യോ കൺമണി മിണ്ടാതിരിക്കെ. ഇങ്ങനെയാണോ മാമയോട് പറയുന്നത്? അവനെക്കാളും ബുദ്ധിയുണ്ട് കൺമണിക്ക്. പട്ടി കൊച്ചിനെ മുന്നിൽ വെച്ച് തെറി വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ സോറി, മുഴുവൻ കേട്ടില്ലല്ലോ അല്ലേ? എന്ത് പറ്റി മീനു? ഞങ്ങള് വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. നിന്റെ മുഖത്തിന് അത്ര വോൾട്ടേജ് പോരല്ലോ. എന്താടി പറ്റിയേ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല പാറു. ആഹാ, അത് നീ വേറെ ആരോടെല്ലാം ചെന്ന് പറ. എന്താടി സത്യം പറ. ഇതുവഴി കുറച്ച് ചെറുക്കന്മാര് പോയായിരുന്നു. അവര് ഇവളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ തൊട്ട് ഇവളിങ്ങനെ തന്നെ ഇരിക്കുക. ചെറുക്കന്മാരോ? ഏത് ചെറുക്കന്മാര്? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താടാ പറയാ? എനിക്കും അറിയില്ല അവരാരാന്ന്. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. മീനു വിട്ടേക്കടി. ആരേലും എന്തേലും പറഞ്ഞു വിചാരിച്ചിട്ട് മൂന്തേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. ഞാനതൊക്കെ എപ്പോഴും വിട്ടതാ പാറു. എന്നിട്ടാണോടി 1.5 കോട്ട മൂന്തേ വെച്ചോണ്ട് എന്റെ കൊച്ചിനോട് മിണ്ടാതിരിക്കുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിൽ അവളോടുമുണ്ട്. ശരിയാ മീനു, ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ മൈൻഡ് പോലും ചെയ്തില്ല. അയ്യോ, ഞാൻ എന്റെ കൊച്ചിനെ മൈൻഡ് ചെയ്യാതിരിക്കോ? അങ്ങനെ ഒന്നുമില്ല കൺമണി. അല്ല മീനു, എന്നോട് മാത്രം വേണ്ടിയില്ല, എന്നോടും. അല്ല മനു, നീയൊക്കെ രണ്ടെണ്ണം എന്തിനാ വന്നേക്കുന്നത്? മര്യാദക്ക് മേലെ നീ പണിയെടുക്കടാ. ഞാനും മീനും ഒറ്റയ്ക്ക ഇത്രയും ഇങ്ങോട്ട് ചെയ്തു തീർത്തെ. ഇപ്പൊ നമ്മള് ആളുകൾ കൂടിയപ്പോ ജോലിയൊന്നും നടക്കുന്നില്ല. സംസാരിച്ചിരുന്നൊക്കെ മതി. അവരവരുടെ പണി നോക്കിക്കേ. ഇരുട്ടാറായി, വേഗം വീട്ടിലോട്ട് പോകണം. അങ്ങനെ അവര് കളിച്ചും ചിരിച്ചുമൊക്കെ ജോലി അങ്ങ് തീർത്തു. ജോലി തീർന്നപ്പോ മനുവിന് വയറ്റിലുണ്ടായി. മനസ്സിലായില്ലേ? അവന് തട്ടുകടയിൽ പോയി ചായ കുടിക്കാൻ ഭയങ്കര പൂതി. അമ്മ, നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ചാലോ? എന്തിനാ? ഇവിടെ 4 അടി നടന്ന് വീട്ടിലെത്തി. അവിടെ നിന്ന് ചായ ഇട്ട് തരാം. വെറുതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി കാശ് കളയുന്ന എന്തിനാ? എന്റെ പൊന്നെ അമ്മ, തട്ടുകടത്തെ ചായക്ക് വേറൊരു ടേസ്റ്റാ. ഓഹോ, അപ്പൊ ഞാനിടുന്ന ചായ കൊള്ളില്ലാന്ന് അല്ലേ? അയ്യോ, അങ്ങനെ അല്ല അമ്മ, ഒരു ദിവസമല്ലേ കൺമണി, ഒന്ന് പറയടി. അപ്പച്ചി മുത്തശ്ശി, ഒരു ദിവസം തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചെന്ന് വിചാരിച്ച് എന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കും മോളെ. എങ്കിൽ ഉള്ളതൊക്കെ പെറുക്കി കെട്ടി നടക്കാൻ നോക്ക് എല്ലാരും. പെട്ടെന്ന് വീട്ടിൽ പോണം. ചേച്ചി അവിടെ ഒറ്റയ്ക്ക. ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണം. ഹേയ് കൺമണി, ഇത് നമ്മുടെ വിജയം. ആഹ്ലാദിപ്പിൻ. എന്തിനാ മനു ചുമ്മാ പിള്ളേരെ വായനോടെ കേൾക്കാൻ നിൽക്കുന്നത്? അവനെ അത് കേട്ടില്ലേ ഉറക്കം വരത്തില്ല. നിങ്ങൾ നടക്കു പിള്ളേരെ. കൊച്ചമ്മ, നിങ്ങളെല്ലാരും നടന്നു. ഞാൻ ഈ പിച്ചാത്തി ഒന്ന് കഴുകട്ടെ. ഇതാകെ ചളി പിടിച്ചു. എങ്കിൽ പിന്നെ അപ്പച്ചി നിങ്ങൾ നടന്നു, ഞാൻ പാറുവിൻ്റെ കൂടെ വന്നോളാം. അതെ, ഇവിടെ തൊട്ടടുത്താണ് തട്ടുകട. അവളാണെങ്കിൽ ഈ നാട്ടുകാരിയാണ്. അവൾക്ക് പരിസരമൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ നീ അവളുടെ കൂടെ വരണമെന്നില്ല. എടാ, നിനക്ക് എന്തിൻ്റെ കേടാട്ടം? നിന്റെ പെണ്ണതടാ പോന്നു, അവളുടെ പിന്നാലെ പോടാ. ഇവിടെ നിനക്ക് എന്താടാ കാര്യം? ഓ, അത് ഞാൻ മറന്നു.
നിങ്ങളിവിടെ ഇരിക്കി, ഞാൻ ചായ പറഞ്ഞിട്ട് വരാം. ഡാബി, നിന്റെ മറ്റവള് എവിടെ? ഇതായിരിക്കുന്നു. അല്ല, അവളിങ്ങനെ കുഴഞ്ഞാടി സംസാരിക്കുന്നുണ്ടല്ലോ. അതേതാ പുതിയൊരു പട്ടി? ശരിയാണല്ലോ, നമ്മൾ മുന്നേ കണ്ടപ്പോൾ അവനില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അവളുടെ കാമുകനെങ്ങാനും. കളപ്പന്നി, ഇനി അങ്ങനെ വല്ലതും പറഞ്ഞ പന്നിയുടെ മോനെ അവൻ ഞാൻ പിഴുതെടുക്കും. അവള് എന്റെതാ, വേറൊരു നായയെ ഞാൻ ഇങ്ങനെ അനുവദിക്കില്ല. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ അവളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പൊക്കി പറ. അവന് ദേഷ്യം വരുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അത് അവളുടെ പിന്നെ ഒന്നും നോക്കാനില്ല, അത് അവളുടെ കാമുകൻ തന്നെ. പക്ഷേ എൻ്റെ പൊന്നു, എന്താടാ സ്ട്രക്ചർ? എവിടെ ഇതായിരിക്കുന്നു? ആഹാ, ഇത് നമ്മള് നേരത്തെ അവിടെ വെച്ച് കണ്ട പെണ്ണല്ലേ? ഷടാ, അവള് സാരി നേരെയാക്കിയോ? ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ശരിയാടാ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്താ അവിടെ ഒരു ബഹളം? മനു ഇപ്പോ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അവന് വല്ലതും? അയ്യോ കൊച്ചമ്മ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? നിനക്ക് എന്തോ കാണണമെന്ന് പറഞ്ഞല്ലോ. നിനക്ക് കാണിച്ചു തരാടാ ഞാൻ. നിനക്ക് കാണണ്ടേ? കാണണ്ട പന്നി. എന്താടാ പട്ടി, ഇനി കാണണോ നിനക്ക്? അയ്യോ കൊച്ചമ്മ, അത് മനോട്ടം തന്നെയാ. അയ്യോ, ഇവനിത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്റെ പെണ്ണിന്റെ തന്നെ കാണണല്ലേടാ പന്നി. ഞാൻ കാണിച്ചു തരണടാ മാറി നിനക്ക്. എന്താ മക്കളെ ഇവിടെ ഒരു ബഹളം? കുറെ സമയമായല്ലോ. എന്താ പ്രശ്നം മോനെ? ഇവന് പെമ്പിള്ളാരെന്നൊക്കെ കാണാൻ നടക്കുകയാണെന്ന്. അയ്യോ മുത്തശ്ശ, ഇത് ഞാനാ, തല്ലല്ലേ. നീ എന്താടാ നാറി ഇവിടെ? നീ ഇന്ന് ജോലിക്കൊന്നും പറഞ്ഞിറങ്ങിയല്ലേ? ഇതാണോടാ നിന്റെ ജോലി? നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണുന്നുണ്ട്. അയ്യോ മുത്തശ്ശ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഇത് കള്ളക്കളവ. വേണേ നിങ്ങളുടെ കൊച്ചുമോനെ വിളിച്ചോണ്ട് പൊക്കിയോ, അല്ലെങ്കിൽ ജീവൻ പോലും കിട്ടത്തില്ല. ഇവിടെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന്. അയ്യോ മോനെ, ഒന്നും ചെയ്യരുത്. ഇവൻ പണ്ട് തൊട്ട് ഇങ്ങനെയാ. മോനെ, അവനീ പെണ്ണ് കിട്ടാഞ്ഞിട്ട് ഒരു തരം ഭ്രാന്ത് പോലെ ഒരു. ഭ്രാന്തിനുള്ള നല്ല ഒറ്റമൂലി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്ത് ശരിയാക്കാം. അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം മോനെ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാട വന്ന് ഇങ്ങോട്ട്. ഹേയ്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ ചെറ്റപ്പെറുക്കികൾ രാവിലെ തന്നെ ഇറങ്ങിക്കോളും. സത്യം പറഞ്ഞ കൺമണി ഇത് പറഞ്ഞപ്പോഴാ മനുവിന് ബോധോദയം വന്നത്. അവൻ നേരെ മീനുവിന്റെ മുഖത്തേക്കാ നോക്കിയത്. അവളാകെ വാ പൊളിച്ച് റിലേ പോയി നിൽക്കുക. നേരെ അമ്മയെ നോക്കിയപ്പോ എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവാത്ത ഒരു തരം എക്സ്പ്രഷൻ വിട്ടുകൊണ്ട് നിൽക്കുക. കൺമണിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. അപ്പോഴാ അവിടത്തേക്ക് കിച്ചൺ പാറും കൂടെ വെച്ച് തടുക്കാൻ വരുന്ന പോലെ ഓടി വരുന്നത്. അപ്പച്ചി, എന്താ ഉണ്ടായേ? ആരോ പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, അങ്ങോട്ട് തന്നെ ചോദിക്കാം. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്ന നാട്ടിലെത്തേണ്ടി. അത് പിന്നെ ചെറിയൊരു അടിപിടിയോ നീയും ആരുമായിട്ട്? അതും ഏതോ രണ്ട് തെണ്ടികളോ? എടാ നീ കാര്യം എന്താന്ന് തെളിച്ച് പറയടാ. അത് രണ്ട് തെണ്ടികള് മീനുവിനെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തു. മല ചുമ്മാ പോയി അടി വെച്ചതാണെന്ന അമ്മയുടെ മീനുവിന്റെ ഒക്കെ വിചാരം. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കേട്ടപ്പോ അവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതുവരെ എന്താ ഏതാ എന്നൊന്നും അറിയാതെ അന്തമുട്ട് നിന്നുണ്ടായിരുന്ന മീനുവിന്റെ ചുണ്ടില് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അതെന്തിനാണെന്ന് ബുദ്ധിയുള്ള നമുക്ക് ഊഹിക്കാലോ. ഇനി ഇവിടെ എന്ത് വാങ്ങാൻ നോക്കി നിൽക്കുക? അന്ന് എന്നോട് വീട്ടിലോട്ട് പോവാം. അവന്റെ ഒരു ചായയും തട്ടുകടയും നിനക്ക് വെച്ചിട്ട് വേണം. നീ വീട്ടിലോട്ട് നടക്ക്. അമ്മ ചായ. അവന്റെ ഒരു വന്ന പിള്ളേരെല്ലാരും കണ്ണടി ഇത് പറഞ്ഞതും മനുവല്ലാത്ത എല്ലാവരും ചിരിച്ച് മണ്ണ് കുപ്പി. ചിരിയും കളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സമയത്ത് മനുവിന്റെ ഫേസാണ് കാണുന്നത്. ഇഞ്ചി പിടിച്ച കൊക്കാച്ചിയെ പോലെ. അവിടെ അത്താഴം എടുത്ത് വെക്കും മക്കളെ. ഇന്ന് നേരത്തെ കഴിച്ച് കിടക്കണം. മനുഷ്യന്റെ നടു ഒന്നിനും പറ്റാണ്ടായി. ആ കൊച്ചമ്മ ഇപ്പൊ എടുത്ത് വെക്കും. പിന്നെ അമ്മയെ ഒന്ന് എണീപ്പിച്ചിരുത്തണേ, ഉറങ്ങിപ്പോയി കാണും.
മോളെ ഞാൻ ചേച്ചിയെ നോക്കിയോളാം. നീ അതൊക്കൊന്ന് റെഡിയാക്കി വെക്ക്. അവന്മാരെയും വിളിച്ചു. നീ ചുമ്മാത്തൊക്കെ മടക്കല്ലേ. നീ ചെന്ന് മനുവേട്ടനും അപ്പൂട്ടനെയും വിളിച്ചിട്ട് വന്നേ. അയ്യോ ഞാനോ? നീ പോയിട്ട് വിളിച്ചിട്ട് വരുമോ? എടി എന്താ അടി, ഒന്ന് വിളിച്ചിട്ട് വാ. ഞാനിവിടെ ഒരു പണി എടുക്കുന്ന കണ്ടില്ലേ. കഷ്ടമുണ്ട്. ആദ്യം അപ്പൂട്ടനെ വിളിക്കാം, എന്നിട്ട് അപ്പൂട്ടനോട് മനുവേട്ടനെ വിളിക്കാൻ പറയും. അതാണ് നല്ലത്. അതിന് ഏതാ അപ്പൂട്ടന്റെ മുറി ഏത് മനുവേട്ടന്റെ മുറിയെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഈശ്വര, ഇത് അപ്പൂട്ടന്റെ മുറി ആവണേ. പക്ഷേ ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അല്ല മീനു എന്താ ഈ സമയത്ത്? അത് അയ്യോ ഞാൻ എന്തിനായിരുന്നു വന്നേ? അത് പിന്നെ അത്താഴം കഴിക്കാൻ കൊച്ചമ്മ വിളിക്കാൻ പറഞ്ഞു. കൊച്ചമ്മ വിളിക്കാൻ പറഞ്ഞു? ഇല്ല, കൊച്ചമ്മ വിളിക്കാൻ പറഞ്ഞു. ഓഹോ ശരി, ഞാൻ വന്നോളാം. ശരി. അല്ല ഒന്നവിടെ നിന്നേ. എന്താ? അല്ല എന്താ ഒരു വിക്കലും വിള്ളലും? വിക്കലും വിള്ളലോ? എവിടെ? ഇവിടെയൊക്കെ തന്നെ. എനിക്കറിഞ്ഞൂടെ. എവിടെ പിള്ളേര്? അവരിതുവരെ വന്നില്ലേ? ഈശ്വര, അപ്പോട്ടിനെ വിളിച്ചില്ലല്ലോ. എന്റെ പൊന്നു മീനും, നിന്നെ പറഞ്ഞയച്ച സമയം കൊണ്ട് ഞാൻ തന്നെ പോയി വിളിച്ചാൽ മതിയായിരുന്നു. നീ ഇത്രയും സമയം എവിടെയായിരുന്നു? നീ അപ്പോട്ടിനെ വിളിച്ചിട്ടില്ലല്ലോ. അവൾ എന്റെ റൂമിലുണ്ടായിരുന്നു. നിന്റെ റൂമിലോ? എന്തിന്? അതിന് എന്നെ വിളിക്കാൻ വന്നത്. ഇത്രയും സമയോ? നീ എപ്പ പോയതാ ഇവിടുന്ന്? മതി, എല്ലാവരും ഇരുന്ന് കഴിക്കാൻ നോക്ക്. ആഹാരത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇരുന്ന് കഴിക്കേ. എന്താടാ നിനക്കെന്താടാ? എന്തായിരുന്നു റൂമില് പരിപാടി? അതൊക്കെ നീ അറിയുന്നേ? എന്താ അവിടെ ഒരു മുക്കലും മൂളലും? ഹേയ് ഒന്നുമില്ല അപ്പച്ചി. എന്നെ നോക്കിക്കോ. എന്താ മോളെ? എന്താന്ന് വെച്ചാലേ, മമ്മേനെ പപ്പ നോക്കുന്നു, പപ്പേനെ മമ്മ നോക്കുന്നു. മീനുവിനെ മനുമാമ നോക്കുന്നു, മനുമാമനെ മീനു നോക്കുന്നു. എന്നെ നോക്കാനും അപ്പച്ചി മുത്തശ്ശിനെ നോക്കാനും ഇവിടെ ആരുമില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. കൊച്ചിൻ്റെ ഒരു കാര്യം, കൊച്ചിനെ പറഞ്ഞിട്ടെന്താ? ഈ പിള്ളേർക്കാണ് ഒരു നാണവും മാനില്ല. കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് തോണ്ടിലും പിടിക്കലും നോക്കലും. രണ്ടെണ്ണത്തിൻ്റെ വിചാരം ഞാനൊന്നും അറിയുന്നില്ലെന്നാ. ശരിയാക്കി തരാം. ഇന്നൊരു തീരുമാനമാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. എല്ലാരും ഉണ്ടല്ലോ, എന്താ സംഭവം? ഇങ്ങനെ തോണ്ടി പിടിച്ച് നടന്നാൽ മതിയോ? കിട്ടുകത്തണ്ടേ? ഇന്നലെ ഇവിടെ തിരുമേനി വന്നായിരുന്നു. ഞാൻ നിങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ നല്ലൊരു മുഹൂർത്തം പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത നല്ല മുഹൂർത്തത്തിൽ തന്നെ കെട്ടങ്ങ് നടത്താം. അതാ എൻ്റെ തീരുമാനം. നിങ്ങളുടെ നോട്ടവും നാണൊക്കെ കഴിഞ്ഞെങ്കിൽ അഭിപ്രായം പറ. ഞങ്ങൾക്ക് എന്താ അഭിപ്രായം? തിരുമേനി പറഞ്ഞ മുഹൂർത്തത്തിൽ കെട്ടാം. അല്ല പാറു? അശ്ശേ, അവൾക്ക് നാണം വന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ചേച്ചി. നീ പറഞ്ഞോ. പാറുവിൻ്റെയും അപ്പുവിൻ്റെയും കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ എനിക്ക് മനുവിൻ്റെ കല്യാണം കൂടെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്.
ഒരു പെൺകുട്ടിയെ കണ്ടു വെച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാ. അല്ല, നീ ഇതെവിടെ പോകുന്നടി? എനിക്ക് കുറച്ച് പണിയുണ്ട്. മീനു അവിടെ ഇരിക്കെ. വീട്ടുകാരെല്ലാരും കൂടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എണീറ്റ് പോകുന്നത് നല്ല സ്വഭാവമല്ല. അത് കൊച്ചമ്മ ഒന്നും പറയണ്ട, ഇവിടെ ഇരിക്കെ. അമ്മ, എനിക്കിപ്പോ കല്യാണം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാലും അവന് കല്യാണം വേണ്ട. മൂക്കി പല്ല് വരാറായി. ഇനി എന്ന് കെട്ടാനാ നീയൊക്കെ? നീ കിച്ചുവിനെക്കാളും 5 മാസം മൂത്തതാ. ആ വല്ല ബോധമുണ്ടോ നിനക്ക്? എന്താടാ നീ കല്യാണം പറയുമ്പോ ഒഴിഞ്ഞു മാറുന്ന നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? പറ അമ്മ, എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടം. ആ, അതെനിക്ക് തോന്നി. ആരാന്ന് പറ. അത് മീനു. മീനു? അതെ, എനിക്ക് അവളെ കേട്ടിയ കൊള്ളാന്നുണ്ടമ്മ. ഓഹോ, മീനു കേട്ടല്ലോ. ഇനി നിന്റെ അഭിപ്രായം മാത്രമേ അറിയാനുള്ളൂ. എന്താ നിന്റെ അഭിപ്രായം? അതെ, പിന്നെ നിനക്ക് അവനെ ഇഷ്ടമാണോ അല്ലേ? അത് പിന്നെ പറയടി. എനിക്കിഷ്ടം. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ കേട്ടങ്ങ് നടത്താം. ഇന്നെല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇവളുടെ ഒരു കാര്യം. അയ്യോ, മതി മതി കൺമണി, ഇനി എന്നെ കൊണ്ട് ഓടാൻ വയ്യ. നിക്കേ. അയ്യേ, മീൻ ഇപ്പോഴേക്കും കിളവിയായോ? കുറച്ചുകൂടെ ഓട്. ആഹാ, നിങ്ങൾ രണ്ടും കൂടെ കിടന്ന് ഓടുകയാണോ? അതേ മമ്മ, അമ്മയും കൂടെ നമുക്ക് 3 പേർക്കും കൂടെ ഓടി കളിക്കാം. ആഹാ, ഇനി കളിയല്ല കുളിയാ. വന്നേ കുളിക്കാം. ദാ വരുന്ന മമ്മ. ഓ, കൺമണി കുളിക്കാൻ പോവാണോ? അതെയല്ലോ. എന്താ മീനുണ്ടോ? നമുക്ക് 2 പേർക്കും കൂടെ കുളിക്കാം. അയ്യോ, എന്നിട്ട് വേണം നീ വല്ലതൊക്കെ കണ്ട് പേടിക്കാൻ. അല്ല, എന്ത് കണ്ട് പേടിക്കുന്ന കാര്യ ഈ മീൻ പറയുന്നത്? അത് പിന്നെ ഒന്നുമില്ല. ഞങ്ങൾക്കെന്താ ഓരോന്ന് ചോദിച്ചോണ്ടിരുന്നോളൂ. അത് ശരി, ഒന്നും ചോദിക്കാനും പാടില്ലേ? ഇല്ല, അനാവശ്യമായിട്ടുള്ള ഒന്നും ചോദിക്കരുത്. ആഹാ, അപ്പൊ നീയാണല്ലേ ഓരോ അനാവശ്യം കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് പോയേ, ചുമ്മാ. അല്ല, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? പാപ്പാ, ഞാൻ കുളിക്കാൻ പോവാ. ആഹാ, കൺമണി കുളിക്കുന്നതിന്റെ ചർച്ചയാണോ ഇത്? അല്ല, അപ്പോട്ടും വിളിക്കുന്നില്ലേ? നിങ്ങളൊക്കെ ഇത് എന്ത് നോക്കി നിൽക്കുക? സന്ധ്യ ആവാറായി. ഇനിയിപ്പോ കൊച്ചമ്മന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടേ കുളിക്കുന്നുണ്ടോ? വാ കൺമണി, നമുക്ക് പോയി വിളിക്കാം. അല്ല പിള്ളേരെ, ഇന്നിങ്ങനെ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണോ? കിടന്നുറങ്ങുന്നില്ലേ ആരും? അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വാ മോളെ, നമുക്ക് പോയി ഉറങ്ങാം. ഇല്ല മമ്മ, ഇനി ഞാൻ അപ്പച്ചമുത്തശ്ശിന്റെ കൂടെ കിടക്കുള്ളൂ. അയ്യോ, അതെന്ത് പറ്റി? ഇനി മുതൽ കൺമണിയുടെ കൂടെ കിടന്നോളൂ. നിങ്ങളൊക്കെ ചെന്ന് കിടക്കാൻ നോക്ക്. ഈശ്വര, ഇന്ന് വെറ്റകൾക്ക് ഉറക്കമില്ലേ? പോയി കിടക്ക് പിള്ളേരെ.
അതിപ്പോ ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം പൊന്നപ്പച്ചി. മനുവും അപ്പം അവരവരുടെ റൂമിൽ ചെന്ന് കിടക്ക്. മീനും പാറുവും എൻ്റെ കൂടെ വാ. അയ്യ, അവരെ വിളിച്ചോണ്ട് ഈ അമ്മ ഇത് എങ്ങോട്ടാ? അപ്പോ ഇതിനേക്കാൾ നല്ലത് നമ്മൾ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതായിരുന്നടാ. അതെ, സാരല്ലടാ, നീ സമയം കിടക്ക. മിഡ് നൈറ്റ് ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോ ഞാൻ സ്ട്രെയിറ്റാടാ. ഷേ എടാ പട്ടി, നിനക്ക് അവളെ കാണാൻ തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചാടാന്ന്. ഓ അങ്ങനെയായിരുന്നു. ഷേ ഞാൻ തെറ്റിദ്ധരിച്ചു. വൃത്തിയായിട്ട പട്ടി. നിങ്ങളെന്തിനാ വിളിച്ചെന്നറിയോ? ആ ടേബിളിൽ 2 ഗ്ലാസ്സിലായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 2 പേരും എടുത്ത് അവരവരുടെ റൂമിലേക്ക് പൊയ്ക്കോ. സാധാരണ നിനക്ക് പാൽ ഇഷ്ടമല്ലല്ലോ. അത് പിന്നെ മീനവും അമ്മയൊക്കെ കുടിക്കുമ്പോ നമുക്കും കൊതിയാവില്ലേ? ആണോ? നിനക്ക് വേണോ? അപ്പച്ചി മുത്തശ്ശി തരാം. ഇനി നിങ്ങളത് നോക്കി നിൽക്കുക. ചെന്ന് കിടക്ക്. അല്ല കൊച്ചമ്മ, മോള് ഞങ്ങളുടെ കൂടെ കിടന്നോട്ടെ. നീ ഇതെന്തൊക്കെയാ പറയുന്നേ പാറു? ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. വല്ല ബോധമുണ്ടോ? അത് കുഴപ്പമില്ല കൊച്ചമ്മ, അവളെ ഞങ്ങളെ കൂടെ കിടന്നോട്ടെ. ദേ നോക്ക് പാറു, അവൾക്ക് ഒരു പ്രശ്നമില്ല, അവൾ ഹാപ്പിയാ. പിന്നെ നിനക്കെന്താ? നിങ്ങൾ ടൈം ആകാതെ ചെന്ന് കിടക്ക്. മീനു ചെന്ന് കിടക്കാൻ നോക്ക്. ആ ശരി കൊച്ചമ്മ. പാറു, എനിക്കാണ് എന്തോ പോലെ ആവുക. ഞാൻ എങ്ങനെയാടി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ റോഡ് പണിക്ക് 8 ബംഗാളികൾ വന്നിട്ടുണ്ട്. അവരെ വിളിച്ച കൂട്ടിനെ. ഇതെന്താ രണ്ടും കൂടെ അവിടെ കിടന്ന് പരുങ്ങുന്നേ? ഒന്നുമില്ല കൊച്ചമ്മ. ആ എങ്കിൽ ചെന്ന് കിടക്ക്. എനിക്കും കൺമണിക്കുമാണ് ഉറക്കം വന്നിട്ട് വയ്യ, അല്ലേ കൺമണി? അതെ. എങ്കിൽ വാ, നിങ്ങൾക്ക് പോയി കിടക്കാം. നിങ്ങൾ ചെന്ന് കിടക്ക്. ആ കൊച്ചമ്മ. മേഘം തിറந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ள வா வா. மார்பில் ஒளிந்து கொண்டால் மாறன் நம்பு வரும். கூந்தலில் ஒளிந்து கொள்ள வரவா. என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா. மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா. நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே. உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே. என் சுவாசம் உன் மூச்சில், உன் வார்த்தை என் பேச்சில். 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வே வா. மலர்களே மலர்களே, இது என்ன கனவா? மலைகளே மலைகளே, இது என்ன நினைவா? உருகியதே எனதுள்ளம், பெருகியதே விழி வெள்ளம். விண்ணோடும் நீதான், மண்ணோடும் நீதான், கண்ணோடும் நீதான் வா. എന്താ പാറു, നീ സ്വപ്നം കണ്ടോ? എന്താ പറ്റിയേ? ഞാൻ സ്വപ്നം കണ്ടു. എന്താ? അത് ചേച്ചിയെ കണ്ടോ? അത് ഇനി നമ്മൾ കണ്ണിനെ നമ്മുടെ കൂടെ കിടത്താത്തത് ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഞാനെന്തിനാ അങ്ങനെ സ്വപ്നം കണ്ടേ? ഓ, അത് നീ അത് തന്നെ ചിന്തിച്ച് കിടന്നിട്ട്. അപ്പോട്ടാ എനിക്കെന്തോ. നീ ചുമ്മാ നെഗറ്റീവ് അടിക്കണ്ട. നമ്മുടെ ചേച്ചിയല്ലേ, ചേച്ചി അങ്ങനെ വല്ലതും പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പാറുമമ്മ എന്നോട് താരമമ്മ തന്നെയാ പറഞ്ഞേ ഇനി അപ്പച്ചി മുത്തശ്ശിയുടെ കൂടെ കിടക്കാവുന്ന.